ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. പക്ഷേ നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും അല്ലേ? അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ? അതിന് കാരണമുണ്ട് ബീനെ. നമ്മളെല്ലാം ഒരു വിവാഹ ജീവിതത്തിന്റെ നല്ലതും മോശവുമായ വശങ്ങൾ ജീവിച്ച് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തരായവർ നമ്മൾ പാരന്റ്സ് തന്നെയാണ്. കുട്ടികൾ പലപ്പോഴും പുറമേ കാണുന്ന കാര്യങ്ങൾക്കാവും പ്രാധാന്യം കൊടുക്കുന്നത്. ഞാനതിന് അറേഞ്ച് മാരേജിനെ അടച്ച് ആക്ഷേപിച്ച് തർക്കിച്ചതൊന്നുമല്ല. കുട്ടികളുടെ ഇഷ്ടം നോക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. മീരയ്ക്ക് വേണ്ട പയ്യനെ ഹരിയേട്ടൻ തന്നെ കണ്ടുപിടിച്ചോളൂ. മീരയ്ക്കും അതിന് എതിർപ്പൊന്നും കാണില്ല. പക്ഷേ വിവാഹം കുറച്ചു നാളും കൂടി കഴിഞ്ഞിട്ട് മതിയെന്നാ മീര പറഞ്ഞത്. ഞാനതിനെ സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ. കല്യാണം ആലോചിക്കുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മാനസികമായിട്ട് തയ്യാറായിട്ടില്ല എന്ന്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ അങ്ങനെ പറയുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവൂ. ബാക്കി എല്ലാവരും വെറുതെ പറയുന്നതാ. മീര അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മീര അത് എന്നോട് പറഞ്ഞേനെ, അല്ലേ മോളെ? ഹരിയേട്ടനെ എതിർത്ത് മീര ഒരക്ഷരം പറയില്ല, അതെനിക്ക് ഉറപ്പാ. അത് കഴിഞ്ഞ ദിവസം മീര എന്റെ മുന്നിൽ വെച്ച് തെളിയിച്ചതാണല്ലോ. മീരയ്ക്കിപ്പോ വിവാഹത്തിന് താല്പര്യമില്ലാന്ന് മീര പറഞ്ഞതാണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ വീണ്ടും വീണ്ടും അതേ കാര്യം ബീന ആവർത്തിക്കുന്നത് എന്തിനാ? മീരയുടെ ഇപ്പോഴത്തെ ചിന്തയൊക്കെ വിവാഹം കഴിയുമ്പോൾ മാറിക്കോളും. മാറാതെ നിവർത്തിയില്ലല്ലോ. ഞാൻ ഇനി ഇക്കാര്യത്തിൽ ഒരഭിപ്രായവും പറയാനില്ല. ഞാൻ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല. മീര ഹരിയേട്ടൻ പറയുന്നത് എന്തായാലും അനുസരിക്കും. അതില് സ്വന്തം ഇഷ്ടമൊന്നും മീരയ്ക്കൊരു വിഷയമല്ല. പിന്നെ ഞാനെന്തിനാ വായിട്ടലച്ച് എന്റെ എനർജി കളയുന്നത്? നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാ തീരുമാനിച്ച് ഇഷ്ടമുള്ളത് ചെയ്തു. മോളെ, അച്ഛന്റെ ഇഷ്ടങ്ങൾ മോളെ ഞാൻ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല അച്ഛാ. അല്ലെങ്കിലും വിവാഹം കുറച്ചുനാൾ കഴിഞ്ഞു മതിയെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ അച്ഛന് ഇഷ്ടമുള്ള ആരായിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇനി എന്റെ വിവാഹം ഉടനെ നടന്നു കാണണമെന്നാണ് അച്ഛന്റെ ആഗ്രഹമെങ്കിൽ ഞാനായിട്ട് എതിര് നിൽക്കില്ല. അച്ഛന്റെ സന്തോഷം തന്നെ എനിക്ക് വലുത്. എന്ത് വേണമെങ്കിലും അച്ഛൻ തീരുമാനിച്ചോ. എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാ. എന്താ മോനെ, കാര്യം പറ. അമ്മേ, സന്തോഷമുള്ള കാര്യമാ. മീരമോളെ കാണാൻ ഒരു പയ്യൻ വന്നിരുന്നു. ആണോ? എന്നിട്ട് അവർക്ക് മീരമോളെ ഇഷ്ടപ്പെട്ടോ? മീര ആർക്കാ അമ്മ ഇഷ്ടപ്പെടാത്തത്? നമ്മുടെ മായയുടെ അതേ ഐശ്വര്യമില്ല അവൾക്ക്. അതുമാത്രമല്ല, അവളുടെ പെരുമാറ്റം അത്രയ്ക്ക് നല്ലതല്ലേ? അതെ, മീരമോളെ നോക്കാൻ വേണ്ടിയാ ഹരി മറ്റൊരു വിവാഹം കഴിച്ചതെങ്കിലും ഒരമ്മയുടെ സ്നേഹമോ കരുതലോ ഒന്നും
അവൾക്ക് കിട്ടിയിട്ടില്ല. അതെനിക്കറിയാം. പക്ഷേ ആ വിഷമോ സങ്കടമോ ഒന്നും മീരമോൾ ആരെയും അറിയിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ നല്ല പക്വതയുള്ള പെരുമാറ്റമായിരുന്നല്ലോ അവൾക്ക്. ആ മോളെ ആർക്കും ഇഷ്ടാവും, അതെനിക്ക് ഉറപ്പാ. അത് ശരിയാ. പയ്യൻ അവളെ ഒരുപാട് ഇഷ്ടമായെന്നാ ഞാൻ കേട്ടത്. ഇതിനാണോ മോനെ നിനക്ക് സങ്കടം? മീരമോള് നമ്മുടെ കുട്ടിയല്ലേ. അവൾക്കൊരു നന്മ വരുന്നതില് നീ സന്തോഷിക്കല്ലേ വേണ്ടത്. അതെ, പക്ഷെ എൻ്റെ അവസ്ഥ ആർക്കും അറിയില്ല. മീരയുടെ വിവാഹത്തിനു മുമ്പ് വിദ്യയുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് ധന്യ ബഹളം വെക്കുക. അതെന്തിനാ അങ്ങനൊരു വാശി? എനിക്കറിയില്ലമ്മേ. ധന്യക്ക് എല്ലാ കാര്യത്തിലും ഈ താരതമ്യപ്പെടുത്തലുള്ളതല്ലേ. വിവാഹം അങ്ങനെ എടിപിടിയെന്ന് നടത്താവുന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ അങ്ങനെയാണോ നടത്തേണ്ടത്? നമ്മുടെ കുഞ്ഞ് പരിപൂർണമായും സുരക്ഷിതയായിരിക്കും എന്ന് ഉറപ്പുള്ള കൈകളിൽ വേണ്ടേ അവളെ ഏൽപ്പിക്കാൻ? അതെ. ഞാനത് എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും ധന്യക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അവൾക്കിപ്പോൾ എങ്ങനെയും മീരയുടെ വിവാഹത്തിനു മുമ്പ് വിദ്യയുടെ വിവാഹം നടത്തണം. എത്ര സ്ത്രീധനം കൊടുക്കാനും അവൾ തയ്യാറാണത്രേ. വിവാഹം എന്ന് പറയുന്നത് ദൈവനിശ്ചയം പോലെ മാത്രമേ നടക്കൂ. ആർക്കാരാണെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാ, അതേ നടക്കൂ. നമ്മൾ എത്ര വാശി പിടിച്ചാലും ധൃതി കാണിച്ചാലും ഒരു കാര്യവുമില്ല. പിന്നെ വാശിക്ക് വേണ്ടി നടത്താം, പക്ഷേ അതെത്രമാത്രം ശാശ്വതമായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റൂ. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ തല്ലി അനുസരിപ്പിക്കാനും മനസ്സിലാക്കിപ്പിക്കാനും. മകളുടെ വിവാഹം ഒന്ന് മുറവിളി കൂട്ടുന്ന അവള് ഇതുവരെ വിദ്യയുടെ ഇഷ്ടം എന്താണെന്ന് പോലും തിരക്കിയിട്ടില്ല. നീ ധന്യെ പറഞ്ഞു മനസ്സിലാക്കുമോനെ. പെൺകുട്ടികളുടെ പരിപൂർണ സമ്മതത്തോടെ മാത്രമേ വിവാഹം നടത്താവൂ. കാരണം തുടർന്ന് ജീവിക്കേണ്ടത് അവരാ, അത് മറക്കരുത്. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലമ്മേ, ഇത് വാശിയാ, വെറും വാശി. മീരയുടെ വിവാഹം ആദ്യം നടന്ന ധന്യ തോറ്റുപോകും എന്ന വിചാരം അവൾക്ക്. അതിന് അവള് കണ്ടെത്തിയ ന്യായമാണ് പ്രായം. മീരമോളേക്കാൾ മൂത്തതാണ് വിദ്യ എന്നതാ അവളുടെ വാദം. എനിക്ക് മനസ്സിലായി. വിവാഹക്കാര്യത്തിൽ പ്രായം വെച്ച് അളക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യയുടെ വിവാഹം നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കും. അതിനാരും മുറവിളി കൂട്ടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് മീരമോളുടെ കാര്യത്തിലും മാറ്റമില്ല. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും അവർക്ക് എന്താ വിധിച്ചതെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. അതേ നടക്കൂ. പറയാൻ പറ്റുന്ന വിധം ഞാൻ പറഞ്ഞു. അമ്മേ, ഇനി അമ്മ പറഞ്ഞു കൊടുക്ക. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം വിവാഹമാണെന്ന് കരുതുന്ന ആ പഴയ സ്കൂൾ പാരന്റ് അല്ല ഞാൻ. എനിക്കെൻ്റെ മക്കളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ടമ്മേ. അതിലേറ്റവും പ്രധാന കാര്യം അവരെ അവരുടെ ജീവിതം ജീവിക്കാൻ വിടുക എന്നതാ. മോൻ വിഷമിക്കാതെ. ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ വേണ്ട. പിന്നെ മീരമോള് ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ. അവക്കുമേൽ ആ ശക്തിയുടെ ഒരു കയ്യ് താങ്ങായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പക്ഷേ എന്റെ മായയുടെ സ്നേഹം തന്നെയായിരിക്കും. മകളെ സ്നേഹിച്ച് കൊതി തീരാതെയാ എന്റെ മോള് പോയത്. അമ്മേ, അമ്മ വിഷമിക്കാതെ. മായയുടെ കാര്യം പറഞ്ഞ് അമ്മ വിഷമിക്കുന്നത് ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട് കേട്ടോ. എന്റെ മാനസികാവസ്ഥ മോന് മനസ്സിലാവില്ല. എന്റെ കുഞ്ഞിന്റെ ജീവനറ്റ മുഖം ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. കണ്ടോ, ഇതുകൊണ്ട് കൂടിയാ ഞാൻ മീരയുടെ പല കാര്യങ്ങളും അമ്മയോടും ഒന്നും പറയാത്തത്. മീരയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ അമ്മ അത് മായയിലെത്തിക്കും, അതെനിക്കറിയാം. ഇല്ല മോനെ, ഞാൻ വിഷമിക്കില്ല. എല്ലാം ഭഗവാന്റെ തീരുമാനമാണെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ മോനെ, ധന്യയുടെ വാശിക്ക് വേണ്ടി നീ എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കരുത്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വിദ്യമോളുടെ ആഗ്രഹവും ജീവിതവുമാണ് വലുത്, അത് മറക്കരുത്. എനിക്കറിയാം അമ്മേ. എന്റെ മീരമോൾക്ക് നല്ലൊരു ജീവിതം ഭഗവാൻ കൊടുത്താൽ മതിയായിരുന്നു. കൊടുക്കും തന്നെ എന്റെ വിശ്വാസം. കാരണം ഭഗവാൻ ഒരുപാട് പ്രിയപ്പെട്ടത് എന്റെ കുഞ്ഞ്. എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ. മീരയെ കാണാൻ വന്ന പയ്യന്റെ പേര് സിദ്ധാർത്ഥ, ഡോക്ടർ.
വിദേശത്തെവിടെയോ പഠിച്ചതോ വളർന്നതോ ആണെന്നാണ് തോന്നുന്നത്. നാട്ടിൽ പുതിയ ഹോസ്പിറ്റൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. എന്നാ പിന്നെ അളിയന്റെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പണിക്ക് കയറിയാ നിനക്ക് ജോലിയായില്ലേ? അത് ശരി, അവളുടെ കല്യാണം മുടക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നീ എനിക്ക് അളിയന്റെ ആശുപത്രിയിൽ ജോലി ഉണ്ടാക്കുന്നോടാ. ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. നീ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ആ പയ്യന്റെ ഫോൺ നമ്പർ ഇങ്ങതാ. ഫോൺ നമ്പറൊന്നും കിട്ടിയില്ലടാ. പിന്നെ എങ്ങനെ അയാളെ കോണ്ടാക്ട് ചെയ്യുന്നേ? അയാളുടെ വീട് എവിടാന്നറിയോ? അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂ. എന്നാ അതൊക്കെ അറിഞ്ഞിട്ട് പണി തുടങ്ങാം. എടാ, മീരയും സിദ്ധാർത്ഥും തമ്മിൽ കണ്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ ഫാസ്റ്റ് ആവും. വീട്ടുകാർ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നു പോക്കും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും എടുക്കാലോ. ഈ കല്യാണം മുടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടല്ലോ അല്ലേ? വെറുതെ റിസ്ക് എടുത്തിട്ട് ഒരു ഉപകാരം ഇല്ലാതാവരുത്. ഹരിയച്ഛൻ എനിക്ക് തരാനുള്ളത് കൂടി മീരയുടെ കല്യാണത്തിന് ചിലവാക്കി തീർക്കും. അങ്ങനെ സംഭവിക്കാതെ എനിക്കൊരു ബിസിനസ്സോ നല്ലൊരു ജോലിയോ സെറ്റാക്കി തന്നിട്ട് അവളുടെ കല്യാണം നടത്തിയാൽ മതി. എടാ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ ഹരിയച്ചൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തത് തന്നെ ഭാഗ്യം. അപ്പോഴാ ഇനി തരാനുള്ളത് അങ്ങേര് തരാൻ പോകുന്നേ. എടാ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും തരാനുള്ള എന്തോ അയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. എടാ, നിന്റെ മുത്തച്ഛൻ വിചാരിച്ച കുറച്ച് ഫണ്ട് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? നീ എത്ര രൂപ ഉദ്ദേശിക്കുന്നത്? 1000 രൂപ. അതുകൊണ്ട് എന്ത് ചെയ്യാന്? അല്ല, ഒരു ഫുള്ള് വാങ്ങിച്ചിട്ടിരുന്ന ഐഡിയ ഉണ്ടാക്കാമായിരുന്നു. നീ കൂടുതൽ ഐഡിയ ഉണ്ടാക്കണ്ട. പാവം മുത്തശ്ശൻ. ഞാൻ അടികിട്ടി വഴി കിടന്നപ്പോൾ എന്നെ എങ്ങനെയൊക്കെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ജീവൻ വെപ്പിച്ചെടുത്തു. അതുകൊണ്ട് മുത്തശ്ശനും പ്രയോജനമുണ്ടായി. അമ്മ ഇപ്പോൾ ഹരിയച്ഛനോട് പറഞ്ഞിട്ടാണെങ്കിലും മാസാമാസം ഒരു തുക മുത്തശ്ശന് ചെലവിന് കൊടുക്കുന്നുണ്ട്. അത് നന്നായടാ. അപ്പൊ ഇനി മുത്തശ്ശന്റെ ചെലവിൽ 2 അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ? അതൊന്നും ശരിയാവില്ലടാ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിൽ മുത്തശ്ശന് ആവശ്യമുള്ള പണം ഞാൻ കൊടുക്കേണ്ടതല്ലേ? അതിന് പറ്റാതെ ഇത്രയും പ്രായമായിട്ടും എൻ്റെ റൂട്ട് പോലും ക്ലിയർ ആവാതെ നിൽക്കുവാ ഞാൻ. എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതുപോലും അറിയില്ല. നിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ? പറ. കാശ് മുടക്കാതെ എന്നാൽ അധികം പണിയെടുക്കാതെ ഇഷ്ടം പോലെ പൈസ കിട്ടണം. അതല്ലേ നിന്റെ ആഗ്രഹവും ലക്ഷ്യവും? അതെ. അതിന് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തു ചെയ്യും? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ നമുക്കൊന്ന് പോയി കാണാം. അവനെന്താ ബിസിനസ് കൺസൾട്ടൻ്റ് ആണോ? ആ, അത്യാവശ്യത്തിന് നമുക്ക് കൺസൾട്ടേഷൻ തരാൻ പറ്റിയ പാർട്ടിയാണ്. ലോക ഫ്രോഡാണ്. സകല ഉഡായിപ്പ് പരിപാടികളും അവനറിയാം. അത്യാവശ്യം ഓൺലൈൻ പരിപാടികളും ഉണ്ട്. എങ്കിലിനി സമയം കളയണ്ട, ആളെ നമുക്കൊന്ന് കാണാം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലോ? നമുക്ക് തോന്നാത്ത പല ഐഡിയയും മറ്റുള്ളവരുടെ കയ്യിലുണ്ടാവും. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ അത് മതി രക്ഷപ്പെടാൻ. ഓക്കെ, എങ്കിൽ ഉടനെ പോയി കണ്ടേക്കാം. ഇനി സ്പാർക്ക് കിട്ടാത്തതുകൊണ്ട് രക്ഷപ്പെടാതിരിക്കണ്ട. നീ വാ, വന്ന് വണ്ടി കയറ്. പറയൂ, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അധികം കാശ് മുടക്കാതെ കാശുണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഐഡിയ തരണം. അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയോ? കാശുണ്ടാക്കാൻ കാശ് ഇറക്കണം, അല്ലെങ്കിൽ ഹെവി റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം തരികിട പരിപാടികളൊക്കെ കുറച്ചിരിക്കുക. പുറത്തേക്ക് പോകാനൊരു പ്ലാനുണ്ട്. പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തിരിക്കുക. വെരിഫിക്കേഷനും ആവാറായി. ഈ സമയത്ത് വല്ല നൂലാമാലയും വന്നാൽ പാടാ. അത് സാരമില്ല. മനുവിന് താല്പര്യമില്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കൂടണമെന്നില്ല. ഐഡിയ തന്നാൽ മതി. കിട്ടുന്ന ലാഭത്തിൽ ഒരു പങ്ക് മനുവിന് തന്നോളാം. സൂരജിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? ഇല്ല. നാട് നീളെ കടവും കഷ്ടപ്പാടുമായി നടക്കുന്ന ഇവന് ഡെബിറ്റ് കാർഡ് പോലും ഇല്ല, പിന്നെ ആ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓൺലൈൻ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങി അതിൽ കുറച്ച് അഴിച്ചുപണി നടത്തി മെയിൻ ഐറ്റംസ് അടിച്ചു മാറ്റി റിട്ടേൺ ചെയ്ത് പൈസ തിരിച്ചു വാങ്ങുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അതിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പുതിയ സ്പെയർ പാർട്സ് നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കും. അല്ല, ഒരേ കാർഡിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 3-4 തവണയാകുമ്പോൾ നമ്മളെ പൊക്കില്ലേ? അതിന് സാധ്യതയുണ്ട്. ഒരേ അക്കൗണ്ട് വെച്ച് ഈ പരിപാടി ചെയ്യരുത്. അക്കൗണ്ടും അഡ്രസ്സും മാറ്റി മാറ്റി ചെയ്യണം. ഇതിൽ വലിയ മാർജിനൊന്നും കിട്ടില്ലല്ലോ. നമുക്ക് കുറച്ച് വലിയ പരിപാടി എന്തെങ്കിലും വേണം. ഒറ്റയടിക്ക് സെറ്റിൽ ആവണം. എങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത്? മണി ഹീസ്റ്റ്. അതൊരു വെബ് സീരീസ് അല്ലേ? അതെ. അതുപോലെ ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിക്കണം. ബെസ്റ്റ്. സ്വന്തം അമ്മയുടെ മാല പണയം വെക്കാൻ വേണ്ടി അടിച്ചു മാറ്റിയിട്ട് 2 ദിവസം കൊണ്ട് പൊക്കി. അപ്പോഴാ ബാങ്ക് കൊള്ളടിക്കാൻ പോകുന്നത്. നടക്കുന്ന കാര്യം എന്തെങ്കിലും പറമനു. ഹലോ, പറഞ്ഞോ. എനിക്കോ?
എന്റെ ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ വരാം, ഉടനെ വരാം. ഇല്ല, ഒരു കേസുമില്ല. ആ അതെ, ഉറപ്പാണ്. ഞാൻ ചെയ്തോളാം. ഓക്കെ, ശരി, താങ്ക്സ്. എന്താടാ? എടാ, എനിക്ക് ജോലി കിട്ടി. ഏ നിനക്കോ? അതേടാ, കേട്ടിട്ട് എനിക്ക് വിശ്വാസം വന്നില്ല. ഏയ്, നിനക്കായിരിക്കില്ല, അതിനൊരു സാധ്യതയില്ല. നീ അതിന് ഒരു എക്സാം എഴുതിയിട്ടില്ലല്ലോ. അതെ, പക്ഷേ ഇത് അങ്ങനെ കിട്ടുന്ന ജോലിയല്ല. പിന്നെ ഇത് പിൻവാതിൽ നിയമനമാണ്. പിൻവാതിൽ നിയമനം? അതെങ്ങനെ നിനക്ക് കിട്ടും? കഴിഞ്ഞ ഇലക്ഷന് രാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോവായിരുന്നു. നൈറ്റ് തട്ടുകടയിൽ നിന്ന് നല്ല ഫുഡ് അടിക്കാൻ വേണ്ടിയാ ആ പണിക്ക് പോയത്. അതിലൊരു ചേട്ടൻ എന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി വെച്ചു. പറ്റുന്ന ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുമ്പോ പറയാന്ന് പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അതിന് നീ എന്തിനാ ഇപ്പൊ പോകുന്നത്? പെട്ടെന്ന് പുള്ളിയുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഇനി സൂക്ഷിക്കണം, കേസൊന്നും ഉണ്ടാവാതെ നോക്കണമെന്നും പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം പുതിയ പ്ലാനിൽ ഞാനില്ല. നിങ്ങൾ ബാങ്കോ കപ്പലോ കമ്പനിയോ എന്താന്ന് വെച്ചാൽ കൊള്ളയടിച്ചോ. ഓൾ ദി ബെസ്റ്റ്. അല്ല, നീ അങ്ങനെ പോയാൽ എങ്ങനെയാ? എടാ, ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരം ജോലിയൊന്നുമല്ല. കുറെ നാൾ കഴിയുമ്പോൾ അവർ പറഞ്ഞു വിടില്ലേ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും. എടാ, ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ വമ്പൻ പരിപാടിയാണ്. ഗവൺമെന്റിന്റെ കാലാവധി കഴിയും മുമ്പ് അവരുടെ ആളുകളെ മാക്സിമം ജോലിക്ക് കയറ്റും. അടുത്ത ഇലക്ഷനിൽ ഇവർ വിജയിച്ചില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ജോലിക്കാരെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മുകൾ തട്ട് തൊട്ട് താഴെ ഗ്രാസ് റൂട്ട് ലെവൽ വരെ ഉണ്ടാവും. നീ എന്നാലും പോസ്റ്റ് ഒട്ടിക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോടാ. ഞാൻ നിന്നെ വിളിച്ചതാടാ, നീ മറന്നുപോയതാ. കയ്യിൽ പശ പറ്റും, ഉറക്കം കുറയും, ഫുഡ് നീ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്നല്ലേ നീ എന്ന് പറഞ്ഞത്. പിന്നെ രാഷ്ട്രീയക്കാരുടെ കൂടെ നടന്ന രക്തസാക്ഷിയാകുന്ന ഉപദേശവും തന്ന് പോയിട്ട് ഇപ്പൊ ഞാൻ വിളിച്ചില്ലെന്നോ? വെറുതെ നുണ പറയല്ലേ സൂരജെ. എന്നാൽ ഇങ്ങനെ നീ പെട്ടെന്ന് പോകുമ്പോ എന്തോ ഒരു വിഷമം പോലെ. നീ വിഷമിക്കണടാ, ദൈവം നിന്റെ കൂടാ. ഞാൻ പോകുന്നെങ്കിൽ എന്താടാ, നിനക്ക് പുതിയൊരാളെ കൂട്ടായിട്ട് തന്നിട്ടല്ലേ ഞാൻ പോകുന്നത്. ഇതൊക്കെയാണ് കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. മനുവിനെ പരിചയപ്പെടുത്തിയ അന്ന് തന്നെ എനിക്ക് ജോലി കിട്ടിയത് കണ്ടോ? നീ ഐശ്വര്യമുള്ളവനാടാ മനു. എന്നാ ഇനി നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ പരിപാടികൾ പ്ലാൻ ചെയ്തോ. ഞാൻ ഇറങ്ങുക. ഓക്കെ, ബൈ. കഷ്ടമായി പോയല്ലേ? ആ, വല്ലാത്ത കഷ്ടമായി പോയി. മൊത്തം മൂഡൌട്ടായി. കൂട്ടത്തിൽ നിന്നൊരുത്തം പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഒരു സുഹൃത്തിനും സഹിക്കാൻ പറ്റില്ലല്ലോ. ശരിയാ, നമ്മൾ അവനോടൊരു ഓൾ ദ ബെസ്റ്റ് പോലും പറഞ്ഞില്ല അല്ലേ? അവനെന്തിനേനി അതൊക്കെ? അവൻ രക്ഷപ്പെട്ടല്ലോ. ഇപ്പൊ അവനെ കയറ്റിയ രാഷ്ട്രീയക്കാര് അടുത്ത തവണ ഇലക്ഷൻ ജയിക്കുമ്പോൾ ഈ ജോലികളെല്ലാം സ്ഥിരപ്പെടുത്തും. അതവനറിയാം. പോസ്റ്റ് ഒട്ടിക്കാൻ പോയാൽ മതിയായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത് സൂരജ്. പാടുപെട്ട് ഉറക്കമിളച്ച് കഷ്ടപ്പെട്ട് മത്സര പരീക്ഷകൾ എഴുതുന്ന ആളുകളെ ചതിക്കുന്ന പരിപാടിയല്ലേ ഇത്? അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ ഈ ചെയ്യുന്ന ഫ്രോഡ് പണിയൊക്കെ വെറും കുട്ടിക്കളിയാ. ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് മെയിൽ ചെയ്തേക്ക്. ഓക്കെ സർ. ഓക്കെ. ആ മീര, എന്തായി തന്റെ വിവാഹാലോചന? അതങ്ങനെ നടക്കുന്നു. പെണ്ണുകാളിലൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. ആ, അപ്പൊ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയല്ലോ. ഞാൻ MD ആയതിനു ശേഷം നമ്മുടെ ഓഫീസിലെ ആദ്യത്തെ വിവാഹം മീരയുടേതായിരിക്കുമല്ലോ. അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. എന്നത്തേക്കാണ് വിവാഹം? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് ശരിയാണല്ലോ. ആദ്യം നിശ്ചയം എന്നൊരു ചടങ്ങുണ്ടല്ലോ, അത് കഴിഞ്ഞല്ലേ വിവാഹം വരൂ. നിശ്ചയത്തിന് ഡേറ്റ് എടുത്തോ? അല്ല, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊന്നും വന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ ചായ കൊണ്ടുവരലും കാൽവിരൽ കൊണ്ട് കളവരയ്ക്കൽ പരിപാടി ഒന്നും ഉണ്ടായില്ല അല്ലേ? ഇല്ല. ഓ, അത് കൊള്ളാം. അപ്പോൾ എല്ലാം ഫാസ്റ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾക്ക് പെട്ടെന്നൊരു കല്യാണം കൂടാനുള്ളതാണ്. ശരി, ജോലി നടക്കട്ടെ. മെയിൽ ചെയ്തോളൂ. ശരി.